ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിങ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അട്രാക്റ്റഡ് ആകുന്നുണ്ടോ? നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്? നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില ബേർഡൻ സിറ്റുവേഷൻ ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. ഓക്കെ, അതെല്ലാം ഈ ഒരു അടുത്ത സമയത്തിനുള്ളിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ 10 നമ്പറാണ് വന്നിരിക്കുന്നത്, സണ്ണിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും, നിങ്ങളിലേക്ക് റീയൂണിയൻ വരും. ഓക്കെ, സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ്, ഈഗോയിലാണ്. ഓക്കെ, നിങ്ങൾ കുറച്ച് ഇതാകുന്നത് സ്റ്റാർ ആകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ ചില ജയവും തോൽവിയും കാണുന്നുണ്ട്. ഇമ്മച്ചുറായിട്ടുള്ള ചില മെസ്സേജുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ ആയിരിക്കാം, ചില പ്ലാനുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ നിന്ന് വിട്ടുപോയ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളിപ്പോൾ ഒരു പക്ഷേ അവരെ ചേസ് ചെയ്യുന്ന ഒരു എനർജിയിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. അത് നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ എപ്പോഴാണോ ഈ ചേസിങ് സ്റ്റോപ്പ് ആക്കുന്നത് അപ്പോൾ മാത്രമായിരിക്കും അവർ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ പിറക്കെ ഒരാൾ വരുന്നു, അപ്പം തിരിഞ്ഞു നോക്കത്തില്ല, ആളുണ്ടല്ലോ, ആളിൻ്റെ അനക്കം ഒന്ന് കാണാതെ വരുമ്പോഴാണ് ഒന്ന് ജസ്റ്റ് ഇവിടെ പോയി എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നിങ്ങൾ കൊടുക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. അവരവരുടെ റൂട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ നിങ്ങൾ ആ ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കുന്നത് അപ്പോഴവർ ചിന്തിക്കും, എന്താണ് ഇപ്പോൾ അനക്കമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ നിങ്ങളൊരു അവസരം കൊടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇതെല്ലാം മാറി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് എംപററിൻ്റെ കാർഡാണ്. നിങ്ങൾ തങ്ങളിൽ നല്ല രീതിയിൽ വാക്ക് തർക്കമോ ഈഗോ പ്രശ്നങ്ങളോ എന്തൊക്കെയോ ഉണ്ടായതായി കാണുന്നുണ്ട്. ഓക്കെ, സ്ട്രെസ്സാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരുപാടും നിങ്ങളെ ചൊല്ലിയോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം, ഒരുപാട് സ്ട്രെസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടായതായി കാണുന്നു. ഓക്കെ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുന്നത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണോ നല്ല രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചില സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു. പഴയ ആൾക്കാർ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ ചില വ്യക്തികൾ കഴിഞ്ഞ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്ന ഓരോ സെക്കൻഡും പാസ്റ്റ് ലൈഫാണ്. ഇന്ന് ഈ കാണുന്ന ഈ ഒരു ജസ്റ്റ് നിമിഷം മാത്രമാണ് നമുക്കുള്ളത്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ഇടയിൽ നിരന്തരമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടായതായി കാണുന്നു. അത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിന് ഹീല് നഷ്ടപ്പെട്ടതായി കാണുന്നു. ഒരുപാട് മുറിവ് ഏൽപ്പിക്കുകയും, ഒന്നുകിൽ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ മുറിവേൽപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ കാണിച്ച് നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റാർ വന്നത് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ബാലൻസിങ്ങിൽ വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ട്രെങ്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഗ്രോത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നില്ല. കുറേ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ സ്ട്രെങ്ത് കൊണ്ടുവരണമെങ്കിൽ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരാം. കാരണം ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ ചില ഒരു കോളോ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പഴയ കാര്യങ്ങളെ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ വാക്ക് തർക്കവും സമാധാനക്കേടും ഉള്ളതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവരണം, ചില കാര്യങ്ങളിൽ ബാലൻസ് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രെങ്തോട് കൂടി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. 5 ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെ ഒരു വിജയത്തിൻ്റെതാണ്. പരസ്പരം വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള
ഒരു എനർജിയാണ്. എനിക്ക് ജയിക്കണം, എൻ്റെ വാക്ക് ജയിക്കണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വലുത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടുള്ള, മറച്ചു പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെ ചൊല്ലി നല്ല രീതിയിൽ വാക്ക് തർക്കമുള്ളതായി കാണുന്നു. ഓക്കെ, പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ചില മൂന്നാമനെ ചൊല്ലി നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലോ ആരെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഒരു മൂന്നാമൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ചില തേർഡ് പാർട്ടിയെ ചൊല്ലിയുള്ള വാക്ക് തർക്കങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉള്ളതായി കാണുന്നു. ചില സാമ്പത്തിക ഇടപാടുകൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇടപാടുകൾ മൂലമുള്ള വാക്ക് തർക്കങ്ങളും നിങ്ങളുടെ ഇടയിൽ വന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതേക്കുറിച്ചൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ ഇമ്മച്യൂർ ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കാണിക്കുന്നു. വീണ്ടും നിങ്ങൾ ഇമ്മച്യൂർ ഇല്ലാതെ ചില കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അതാണ് ചില ദേഷ്യങ്ങൾക്ക് കാരണം. നിങ്ങളുടെ ചില ഇമ്മച്യൂർ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു വിഷമം നിങ്ങളുടെ പേഴ്സണ് ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളോട് ദേഷ്യപ്പെട്ടതും എല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെച്യൂരിറ്റി കുറവാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ ഇമ്മച്യൂറായിട്ട് ചോദിച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സണ് ചില സമയങ്ങളിലൊക്കെ നിങ്ങളോട് ദേഷ്യമുണ്ടാകുന്നു, സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് തന്നെ വരാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളോട് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ചൊല്ലിയുള്ള വഴക്കുകൾ അവരെ ഒരുപാട് വേദനിപ്പിച്ചതായി കാണുന്നു. ഒന്നുകിൽ സത്യമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്ത് എന്തോ ഒരു കുറ്റങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചതിൽ അവർക്ക് ഒരുപാട് വേദനകൾ ഉള്ളതായി കാണുന്നു. അപ്പം നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു, അവർക്ക് ഉറക്കമില്ല, നിങ്ങളെ വേദനിപ്പിച്ച് പോയി, തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് വേദനയുണ്ട്. ഓക്കെ, അവർ ഒരുപാട് വേദനിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു മറഞ്ഞിരുന്ന ഒരു ഫേസ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചില കാര്യങ്ങൾ സത്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അതിലൊരു അപമാനഭാരം അവർക്കുള്ളതായി കാണുന്നു. 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു അപമാനഭാരത്തിൻ്റെ മുകളിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് അകന്നു പോയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, കാരണം നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തു. അപ്പോൾ ആ ഇത് ചീറ്റിങ്ങിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞു, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കുവാനോ ആ ഒരു ഹീലിംഗ് സംഭവിക്കുവാനോ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയത്. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നത്. തിരിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ തെറ്റുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൊണ്ടായിരിക്കാം ഈ ഒരു ഹൃദയത്തിന് വേദന എടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 5 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. വിട്ടുപോയ കാര്യത്തെ ഓർത്ത് അവർ വേദനിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെ വിട്ട് കളഞ്ഞതും നിങ്ങൾ ഒരുപാട് അവരെ പിറകെ യാചിച്ച് നടന്നു എന്നുള്ളതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഇപ്പം മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് അവർ ഓർക്കുന്നുണ്ട്. അപ്പോൾ തിരികെ വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവരിപ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമുക്ക് ടൈം പ്രഡിക്ഷനും കൂടി നോക്കാം. കുറേ നാളായിട്ട് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എപ്പോഴാണ് എൻ്റെ വ്യൂസിന് കോൾ മെസ്സേജ് ചെയ്യുന്നത്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. ടൈം പ്രഡിക്ഷൻ പ്ലീസ്. ഇവിടെ സെലക്റ്റീവ് കാർഡാണ്, നിങ്ങൾ സെലക്ട് ചെയ്യുക, പ്രാർത്ഥനയോടുകൂടി സെലക്ട് ചെയ്യുക. നല്ല രീതിയിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, 3 കാർഡ്സുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കോൾ മെസ്സേജ് എപ്പോഴാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് കോൾ മെസ്സേജ് എപ്പോഴാണ് വരുന്നത്? എന്ത് ദൈവമേ, ഇവിടെ വന്നിരിക്കുന്നത് ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കോൾ മെസ്സേജ് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. 6 ആഴ്ച. ഓക്കെ, 6 ആഴ്ചയാകുമ്പോഴത്തേക്ക് 1.5 മാസം. ഓക്കെ, 1.5 മാസത്തിനുള്ളിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാർഡുകാർക്ക് ഇവിടെ 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. വളരെ വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരും, എത്രയും പെട്ടെന്ന് തന്നെ വരും. 9 ദിവസത്തിനുള്ളിൽ 9 ദിവസം മുതൽ, ഇപ്പോൾ ഈ റീഡിംഗ് എടുക്കുന്ന സമയം മുതൽ 9 ദിവസം മുതൽ 9 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു കോണ്ടാക്റ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, ആ കോണ്ടാക്റ്റിൽ വരുന്നത് കുറച്ച് വേദനയോടുകൂടി ആയിരിക്കും. നിങ്ങളോട് കരച്ചിലായിരിക്കും, വിഷമമായിരിക്കും, വാക്ക് തർക്കമായിരിക്കാം. ഓക്കെ, ആ ഒരു ഇതോടുകൂടി 9 ദിവസം മുതൽ 9 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ,
മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾക്ക് കുറച്ച് താമസമാണ് ഇവിടെ കാണുന്നത്. ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റിൻ്റെ എനർജി ഒരു മേജർ ആർക്കാന കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ടുള്ള സമയമാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങ് എത്തുന്നതിന് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ 2 കാർഡ് സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ വെയിറ്റ് ചെയ്യുന്നതിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. മൂന്നാമത്തെ കാർഡുകാർക്ക് ഗ്രോത്ത് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് തന്നെ. നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി അവർക്ക് പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നതായ പൂർണ്ണ ദിവസം വരെയും നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് നിങ്ങളെ തേടി എത്തുന്നതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്തും നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമല്ലേ, അതിലും വലുതായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, സാമ്പത്തികമാണെങ്കിലും നിങ്ങളുടെ ബന്ധമാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരും. ഒരമ്മ അനുഭവിച്ച വേദന ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദനയെല്ലാം മാറുന്നത് പോലെ ജീവിതമെല്ലാം ഫ്ലവറിങ്ങിലേക്ക് വരും. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ സമയമെടുക്കും എന്നുള്ളതാണ്. യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.